കേരളത്തെ വിറങ്ങലിപ്പിച്ച ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. സാധാരണ ജനങ്ങൾ മുതൽ സെലിബ്രിറ്റികൾ വരെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ വയനാടിന് സഹായം നൽകുന്നുണ്ട്. നേരിട്ട് ക്യാമ്പുകളിൽ എത്തിയും അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയും സംഭാവനകൾ നൽകിയും വയനാടിനെ ചേർത്ത് നിർത്തുന്ന കാഴ്ച മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. വയനാട് കളക്ഷൻ സെന്ററിൽ രാത്രി വൈകിയും സജീവമായി പ്രവർത്തിച്ച നിഖില വിമലിൻ്റെ വീഡിയോ ഇതിനോടകം വൈറലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് രംഗത്ത് വന്നത്. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചേർന്ന് 35 ലക്ഷം രൂപ നൽകി. കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് 50 ലക്ഷം രൂപ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വന്നുപോയ ശേഷം നടൻ വിക്രം 20 ലക്ഷം രൂപയാണ് വയനാടിനായി നൽകിയത്. നടി രശ്മിക മന്ദാന 10 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെയും നസ്രിയയുടെയും പേരിലുള്ള ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് പ്രൊഡക്ഷൻ കമ്പനി 25 ലക്ഷം രൂപ സംഭാവന നൽകി. ബിഗ് ബോസ് താരങ്ങളും വയനാട് സഹായത്തിൽ പിന്നിലല്ല. യൂട്യൂബ് പ്രേക്ഷകരുടെ പ്രിയങ്കരി കൂടിയായ പേളി മാണി 5 ലക്ഷം രൂപ സംഭാവന നൽകി. ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാർ സഹായവുമായി വയനാട്ടിലേക്ക് പോയി. അരിയും ഉപ്പും വണ്ടിയിൽ കയറ്റി അഭിഷേക് പറഞ്ഞതിങ്ങനെ: വയനാട്ടിലെ അവസ്ഥ വെച്ച് ഇതൊന്നുമാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ബിഗ് ബോസ് ഹൗസിൽ ആദ്യം എത്തിയപ്പോൾ കഞ്ഞി ഉപ്പില്ലാതെ കുടിച്ച ഓർമ്മ എനിക്കുണ്ട്. വളരെ പാടാണങ്ങനെ കുടിക്കാൻ. അതുകൊണ്ട് അരിയോടൊപ്പം ഞാൻ ഉപ്പും കൂടി വാങ്ങിക്കൊണ്ടു പോകുന്നു. വരുന്ന വഴിക്ക് പല കളക്ഷൻ സെൻ്ററുകളും കണ്ടു. മലയാളികൾ ഒറ്റക്കെട്ടായി ജാതി, മതം, രാഷ്ട്രീയം എന്നതെല്ലാം മാറ്റിവെച്ച് മനുഷ്യന് വേണ്ടി ഇറങ്ങിയതിൽ സന്തോഷമെന്നും അഭിഷേക് പറയുന്നു. വയനാട് സഹായവുമായി ഒരു വണ്ടി ഞായറാഴ്ച പോകുന്നുണ്ടെന്നും അവശ്യ സാധനങ്ങൾ നൽകാൻ താല്പര്യമുള്ളവർ നൽകണമെന്നും സിജോ പറഞ്ഞു.